ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് വൺ ഓഫ് ദ മോസ്റ്റ് വേഴ്സറ്റൈൽ ഡാറ്റ സ്ട്രക്ചർ ലൈക്ക് ട്രീസ്. ആ ഡാറ്റ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഗ്രാഫും ട്രീയും തമ്മിൽ കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. ദേ ബോത്ത് ആർ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഓക്കെ, പക്ഷേ കുറേ ഡിഫറൻസസും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ട്രീ ടെർമിനോളജീസ് കണ്ട പോലെ തന്നെ നൗ വി ആർ ഗോയിങ് ടു സീ ദ ടെർമിനോളജീസ് റിലേറ്റഡ് ടു ഗ്രാഫ്. നമ്മൾ ട്രീസിൽ നോഡ് എന്ന് വിളിക്കുന്നതിനെ നമ്മൾ ഗ്രാഫിൽ വേർട്ടെക്സ് എന്നാണ് പറയുക. Okay, nodes and trees are vertices in graphs, and lines connecting these vertices are called edges. And edges നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് വേർട്ടീസ് നമ്മൾ കണക്ട് ചെയ്യുന്ന ലൈനിനെ നമ്മൾ എഡ്ജ് എന്നാണ് പറയുക. അത് നമ്മൾ ട്രീയിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഈച്ച് എഡ്ജസ് ബൗണ്ടഡ് ബൈ ദ ടു വേർട്ടീസസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ്. ഓക്കെ, ആൻഡ് ടു വേർട്ടീസസ് ആർ സെറ്റ് ടു ബി adjacent to one another. ഒന്നിനും adjacent എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇഫ് ദേ ആർ കണക്റ്റഡ് ബൈ എ സിംഗിൾ എഡ്ജ്. ഇനി സോ എ ഗ്രാഫ് ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എഴുതണം. ഗ്രാഫ് ഇസ് റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്: G is equal to VE. V is the vertex, E is the edge set. It's a set of vertices and edges. V is a vertex set. Vertices are also called as nodes and points. E എന്ന് പറയുന്നത് എഡ്ജ് സെറ്റാണ്. ഈച്ച് എഡ്ജ് കണക്ട്സ് ടു വേർട്ടിസസ്. ആൻഡ് എഡ്ജിനെ നമ്മൾ ഗ്രാഫിൽ ആർക്ക് എന്നും ലൈൻ എന്നൊക്കെ പറയും. Okay, and vertices I and J are adjacent vertices if and only if ij is an edge in the graph. I യും J യും തമ്മിൽ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ I യും J യും adjacent vertices എന്ന് പറയുള്ളൂ ഗ്രാഫിൽ. ഓക്കെ, and the edge ij is incident on the vertices I and J. ഐൻ്റെയും ജെയുടെയും വേർട്ടിസസിൻ്റെ മുകളിൽ മുട്ടി നിൽക്കുന്ന is incident on എന്നാണ് പറയുക നമ്മൾ. എഡ്ജ് ij is incident on the vertices I and J. ഐയിലും ജെയിലും മുട്ടി നിൽക്കുന്ന ഒരു എഡ്ജാണ് എഡ്ജ് ഐ ജെ. ഇനി വേർട്ടിസസ് adjacent to a given vertex are called, ഒന്നിൻ്റെ തൊട്ടടുത്തുള്ള അടുത്ത വേർട്ടക്സ് നമ്മൾ നെയ്ബേഴ്സ് എന്നാണ് പറയുക. ടെർമിനോളജീസ് വി ആർ ഗോയിങ് ടു സീ ഇൻ എ ഗ്രാഫ്. എ പാത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് എഡ്ജസ്. Now graph is said to be connected if there is at least one path from every vertex to every other vertex. ഒരു വേർട്ടെക്സിൽ നിന്ന് അടുത്തൊരു വേർട്ടെക്സിലേക്ക് ഒരു പാത്ത് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയും. നോൺ കണക്റ്റഡ് ഗ്രാഫ് കൺസിസ്റ്റ് ഓഫ് സെവറൽ കണക്റ്റഡ് കമ്പോണൻസ്. വിൽ സീ എൻ എക്സാമ്പിൾ. നമുക്ക് ഗ്രാഫ്സ് പൊതുവെ ഗ്രാഫ് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രീറ്റ് മാപ്പ് തയ്യാറാക്കി, ഇപ്പോൾ സിറ്റീസ് തമ്മിലുള്ള ഒരു സ്ട്രീറ്റ് മാപ്പ് തയ്യാറാക്കി, റോഡ് മാപ്പ് തയ്യാറാക്കി അവർ തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒക്കെ നമുക്ക് ഗ്രാഫ് ഡാറ്റ സ്ട്രക്ചറാണ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യാറ്. അതേപോലെ നെറ്റ്വർക്കിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. വേർ ഈച്ച് നോഡ്സ് ആർ ഗോയിങ് ടു ബി റൂട്ടേഴ്സ് ആൻഡ് ദ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് ആർ ഗോയിങ് ടു ബി ദ എഡ്ജസ്. അപ്പം നെറ്റ്വർക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ, ഒരു ടോട്ടൽ നെറ്റ്വർക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ ഗ്രാഫ് ഡാറ്റ സ്ട്രക്ചറാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ. ദിസ് ഈസ് എൻ എക്സാമ്പിൾ. ഇവിടെ ഈ സെക്കൻഡ് ഡയഗ്രത്തിൽ നോക്കുക. ദാറ്റ്സ് എൻ എക്സാമ്പിൾ വിച്ച് ഷോസ് വേർട്ടിസസ് ആൻഡ് എഡ്ജസ്. ഇനി അൺഡയറക്റ്റഡ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഹാസ് നോ ഓറിയൻറ്റേഷൻ. ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടാവില്ല പറഞ്ഞാൽ ഇവിടുന്ന് എങ്ങോട്ടാണ് പോണത് എന്നുള്ള ഇൻഡിക്കേഷൻ ഇല്ലാത്ത ടൈപ്പ് ഓഫ് എഡ്ജിനെയാണ് നമ്മൾ അൺഡയറക്റ്റഡ് എഡ്ജ് എന്ന് പറയാം. ആരോ മാർക്ക് ഉണ്ടാവില്ല, നോ ആരോ ഹെഡ്. ഡയറക്റ്റഡ് എഡ്ജ് ഹാസ് an orientation, it has an arrowhead. And undirected graph is a graph in which all edges are undirected, and directed graph is all edges are directed. We can see an example. ഒരു അൺഡയറക്റ്റഡ് എഡ്ജ് എന്ന് പറഞ്ഞാൽ യുവിൽ നിന്ന് വിയിലേക്കാണോ വിയിൽ നിന്ന് യുവിലേക്കാണോ എന്നൊരു ഇൻഡിക്കേഷൻ ഇവിടെ ഇല്ല, ഒരു ആരോ ഹെഡ് ഇല്ല, ദർ ഇസ് നോ ഡയറക്ഷൻ. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ an undirected edge. This is an example for a directed edge where there is a direction or arrow mark indicated from U to V. Okay, now you can see an undirected graph with all edges as undirected. There is no direction indication on any of the edges. So this is an example for an undirected graph. And this is an example for a directed graph where you can see there is direction indication from 1 to 2 ആരോ കൊടുത്തിട്ടുണ്ട് അല്ലേ, അതേപോലെ 1 to 4 ആരോ കൊടുത്തിട്ടുണ്ട്. സോ ഈ ആരോ ഹെഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എല്ലാ എഡ്ജുകളും തമ്മിൽ ആരോ ഹെഡ്സ് ഉണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ ഡയറക്റ്റഡ് ഗ്രാഫ് ഓർ ഡൈഗ്രാഫ് എന്നും പറയും. ഇനി നമ്മൾ ഡയറക്റ്റഡ് ഗ്രാഫിൽ അഡ്ജസൻസിയും ഇൻസിഡൻസും എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഡയറക്റ്റഡ് എഡ്ജ് ഐ ജെ എന്ന് ഒരു ഡയറക്റ്റഡ് എഡ്ജ് ഉണ്ടെങ്കിൽ ഐയിൽ നിന്ന് ജെയിലേക്ക് ആരോ ഹെഡ് ഉള്ള ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ്
edge ij is incident to vertex j. Vertex j യിൽ ഇൻസിഡന്റ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ഇൻസിഡന്റ് ഫ്രം വെർട്ടെക്സ് ഐ. ആ ഫ്രമും ടു ആണ് മനസ്സിലാക്കേണ്ടത്. എന്തിൽ മുട്ടി നിൽക്കുന്നു, എന്തിൽ നിന്ന് തുടങ്ങുന്നു. ഇറ്റ് ഈസ് ഇൻസിഡന്റ് ഫ്രം ഐ ആൻഡ് ഇറ്റ് ഈസ് ഇൻസിഡന്റ് ഓൺ ടു ജെ. ജെയിലേക്ക് മുട്ടി നിൽക്കുന്നു. ഐയിൽ നിന്ന് ജെയിലേക്ക് ഒരു ആരോ ഹെഡ് ഉള്ള ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ. ആൻഡ് what is the notion of adjacency here? Vertex I is adjacent. നമ്മൾ ഐയും ജെയും തമ്മിൽ ഒരു ഡയറക്റ്റഡ് ആരോ ഹെഡ് ഉണ്ടെങ്കിൽ we call it as vertex I is adjacent vertex to J and vertex J is adjacent from vertex I. അങ്ങനെയാണ് പറയുക. ഓക്കെ, അത് ഡയറക്റ്റഡ് എഡ്ജ് ഉള്ള കേസുകളിലുള്ള ഡെഫിനിഷനിലുള്ള ഒരു ചെറിയ വ്യത്യാസമാണ്. ഇനി ദീസ് ആർ സം എക്സാമ്പിൾസ് ആസ് ഐ ടോൾഡ്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ ഗ്രാഫ് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യും. ഇവിടെ ഓരോ വെർട്ടെക്സസും റൂട്ടേഴ്സ് ആവാം. അവർ തമ്മിലുള്ള എഡ്ജസിനെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എന്നാണ് പറയുക. ഓക്കെ, എഡ്ജസിനെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് ബിറ്റ്വീൻ ദ റൂട്ടേഴ്സ്. ഇനി ദ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഇസ് ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് ബാർ ടൈം മാപ്പ് ഇൻ എ സ്ട്രീറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ നോഡിൻ്റെയും മുകളിൽ ഒരു വാല്യൂ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഓരോ എഡ്ജിൻ്റെയും മുകളിൽ 6ഉം 7ഉം ഒരു എഡ്ജാണ്, അതിൻ്റെ മുകളിൽ ഒരു 7 എന്നൊരു വാല്യൂ കണ്ടു. അതേപോലെ ഓരോന്നിൻ്റെയും മുകളിൽ ഒരു വാല്യൂ കാണാം. അപ്പോൾ ഇങ്ങനെ വാല്യൂസ് കൊടുത്തിട്ടുള്ള ഗ്രാഫിനെ നമ്മൾ വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയും. ഈ ഓരോ എഡ്ജിനും കൊടുക്കുന്ന വാല്യൂസ് നമ്മൾ വെയ്റ്റ്സ് എന്ന് പറയും. വെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ WEIGHTS, ആ ഒരു വെയ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ദിസ് ഇസ് എ എക്സാമ്പിൾ ഫോർ എ വെയ്റ്റഡ് ഗ്രാഫ്. ഗ്രാഫ് വിത്ത് എവറി എഡ്ജ് ഹാവിങ് സം വാല്യൂസ്. ഈ വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇപ്പോൾ 6ഉം 7ഉം ഒരു സിറ്റീസ് ആണെങ്കിൽ ആ 6നെയും 7നെയും കണക്ട് ചെയ്യുന്ന ഒരു എന്താ പറയുക ഡിസ്റ്റൻസ് ആവാം ചിലപ്പോൾ ആ 7 എന്ന് പറഞ്ഞ വാല്യൂ. ഓക്കെ, ആപ്ലിക്കേഷൻ വൈസ് പറയുകയാണെങ്കിൽ ടു കാൽക്കുലേറ്റ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 cities വി ക്യാൻ യൂസ് ദ ഗ്രാഫ് ഡാറ്റ സ്ട്രക്ചർ വെരി ഈസിലി. ഓക്കെ, അപ്പം ഇത് വേർട്ടെക്സ് സിറ്റി ആവാം. എഡ്ജ് വെയിറ്റ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് ബാർ ടൈം. ഇവിടെ സ്ട്രീറ്റ് മാപ്പ് എന്ന് പറഞ്ഞാൽ 2-way ആൻഡ് 1-way ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സ്ട്രീറ്റ്സ് ആർ 1 or 2-way. യു ക്യാൻ സീ ദാറ്റ് എ സിംഗിൾ ഡയറക്റ്റഡ് എഡ്ജ് ഡിനോട്ട്സ് എ 1-way സ്ട്രീറ്റ് ആൻഡ് 2 directed edge denotes a 2-way street. അതൊക്കെ ആപ്ലിക്കേഷൻ ഏരിയാസ് ആണ് വേർ ഗ്രാഫ് ഇസ് യൂസ്ഡ്. സ്ട്രീറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ, അതേപോലെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അതേപോലെ നെറ്റ്വർക്കിൻ്റെ ടോപ്പോളജി റെപ്രസെൻറ്റേഷന് റൂട്ടേഴ്സും കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സും ഒക്കെ എഡ്ജസ് ആക്കി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഗ്രാഫ് ഡാറ്റ സ്ട്രക്ചറിന് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ചോദിച്ചാൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതുക. പാത്ത് എന്ന് പറയുന്നത് നമ്മളെ ട്രീയിലുള്ള അതേ ഡെഫിനിഷൻ തന്നെ 2 നോഡുകളെ കണക്ട് ചെയ്യുന്ന എഡ്ജസുകളുള്ള എല്ലാത്തിനെയും നമ്മൾ പാത്ത് എന്നാണ് പറയുക. അതായത് 2 നോഡുകൾ, ഇപ്പം സപ്പോസ് ദർ ഇസ് എൻ എഡ്ജ് ഫ്രം IJ to IJ+1, IKയും I1ഉം IKയും തമ്മിലൊരു പാത്ത് ഉണ്ട്. നമ്മളെപ്പോഴാണ് പറയുക IJയും IJ+1ഉം ഈസ് ഇൻ ദ എഡ്ജ് സെറ്റ് ഓഫ് G. I can show you an example for a path. Here ശ്രദ്ധിക്കുക, this is a edge. Each edge in a graph may have an associated length or a cost. അപ്പോൾ നമുക്ക് കാണാം ഓരോന്നിനും ഓരോ ലെങ്ത്തും കോസ്റ്റും കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ദ ലെങ്ത് ഓഫ് എ പാത്ത് ഇസ് എ സം ഓഫ് ദ ലെങ്ത്സ് ഓഫ് എഡ്ജസ് ഓൺ ദ പാത്ത്. നമുക്ക് ഇപ്പം നമ്മൾ സപ്പോസ് ദർ ഇസ് എ പാത്ത്, വി ആർ കൺസിഡറിങ് ദ പാത്ത് ഫ്രം 5, 9, 11, 10 എന്ന് പറഞ്ഞൊരു പാത്ത് കൺസിഡർ ചെയ്യുക. ഈ പാത്ത് എന്ന് പറയുന്നത് ടോട്ടൽ എഡ്ജ് സെറ്റിലുള്ള ഒരു സബ്സെറ്റ് ഓഫ് എഡ്ജസ് ആണ് അല്ലേ. കുറേ എഡ്ജസ് ഉണ്ട് ഈ ഗ്രാഫിൽ നമുക്ക് കാണാം. അതിലെ ഒരു സബ്സെറ്റ് ആണ് ഈ പാത്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഗിവൺ ഇൻ ദ ഡെഫിനിഷൻ. ഓക്കെ, അപ്പം 5, 9, 11, 10 എന്ന് പറഞ്ഞ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ പാത്തിൻ്റെ ലെങ്ത്ത് എത്രയാണ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അതിൻ്റെ മുകളിലുള്ള ഓരോ എഡ്ജിൻ്റെയും മുകളിലുള്ള വാല്യൂസ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, 5ൻ്റെയും 9ൻ്റെയും മുകളിലൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട് 4, 9ൻ്റെയും 11ൻ്റെയും മുകളിലൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട് 8, അതേപോലെ 11ൻ്റെയും 10ൻ്റെയും ഇടയിൽ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട് 3. ഈ 3 വാല്യൂസും കൂടി ആഡ് ചെയ്യുക. അതായത് 4 + 8 + 3 which gives 15. 15 is the length of the path 5, 9, 11, 10. This is how you calculate the length of path between 2 cities. Suppose നമ്മുടെ 5ഉം 9ഉം 11ഉം 10ഉം ഒക്കെ cities ആണെങ്കിൽ, nodes are cities, how we calculate the distance between these 2 cities. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ആപ്ലിക്കേഷൻ ഏരിയാസിലാണ് ഗ്രാഫ് ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, നൗ വാട്ട് ഈസ് കോൾഡ് ആസ് എ സബ് ഗ്രാഫ്. സബ് ഗ്രാഫ് സബ് ട്രീ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വാട്ട് ഈസ് എ സബ് ഗ്രാഫ്? സബ്സെറ്റ് ഓഫ് whatever vertices and edges are there in that graph. And graph H is a subgraph of graph G if and only if its vertex and edge sets are the subsets of those in
G. Now, what is a cycle? അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. Which is not there in a tree. A tree cannot have a cycle. ഒരു difference between tree data structure and a graph data structure is that tree cannot form a cycle. A cycle is a simple path with the same start and end vertex. ഒരു vertex നിന്ന് start ചെയ്താൽ ആ vertex തന്നെ end ചെയ്യുകയാണെങ്കിൽ it forms a cycle. I can show you an example for a cycle. ഇവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്തിട്ട് ശ്രദ്ധിക്കുക, 8 എന്ന് പറഞ്ഞ നോഡ് ശ്രദ്ധിക്കുക, 8, 11, 9. Again it can reach to 8 അല്ലേ. അപ്പോൾ there is a cycle formed there. This pattern of arrangement won't be there in a tree data structure. ഒരിക്കലും ഒരു സൈക്കിൾ ഫോം ചെയ്യില്ല ട്രീ ഡാറ്റ സ്ട്രക്ചറിൽ. അപ്പോൾ വി ആർ ഗോയിങ് ഫോർ എ കമ്പാരിസൺ ബിറ്റ്വീൻ ഗ്രാഫ് ആൻഡ് ട്രീ. അലൈൻമെൻറ്റ് ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് കോളം റെപ്രസെൻറ്റ്സ് ഗ്രാഫ്, സെക്കൻഡ് കോളം റെപ്രസെൻറ്റ്സ് ട്രീ. ഓക്കെ, അപ്പോൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, ട്രീ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. സിമിലാരിറ്റീസ് ആണ്. ഇനി നമ്മൾ ഗ്രാഫിൽ കളക്ഷൻ ഓഫ് വേർട്ടസസ് ബാർ നോഡ്സ് ആൻഡ് എഡ്ജസ് എന്നാണ് പറയുക. ട്രീയിൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് നോഡ്സ് എന്നാണ് പറയുക. അവിടെ വേർട്ടെക്സ് എന്നൊരു നോഷൻ ഇല്ല ട്രീയിൽ. ഇനി ഈച്ച് നോഡ് ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ ഗ്രാഫ്. ഓക്കെ, ഇൻ എ ട്രീ ജനറലി എനി നമ്പർ ഓഫ് നോഡ്സ് ക്യാൻ ഹാവ്, എനി നമ്പർ ഓഫ് ചൈൽഡ് നോഡ്സ് ഉണ്ടാവാം. നമ്മൾ പഠിച്ച ട്രീസിൽ ഇപ്പോൾ ബൈനറി ട്രീസിലാണെങ്കിൽ മാക്സിമം ഓഫ് 2 ചൈൽഡേ പാടുള്ളൂ അല്ലേ. ഇനി ദർ ഇസ് നോ യുണീക്ക് നോഡ് കോൾഡ് റൂട്ട്. ഗ്രാഫിൽ ഒരു യുണീക്ക് നോഡ് ഇല്ല വിച്ച് ഇസ് കോൾഡ് as റൂട്ട്. ഇൻ ട്രീ ദർ ഇസ് എ യുണീക്ക് നോഡ് വിച്ച് ഇസ് കോൾഡ് as റൂട്ട് നോഡ്. പിന്നെ ഗ്രാഫിൽ ഒരു സൈക്കിൾ ഫോം ചെയ്യാം, ട്രീയിൽ ഒരിക്കലും ഒരു സൈക്കിൾ പാറ്റേൺ ഓഫ് നോഡ്സ് ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാവില്ല. ഇഫ് ദർ ഇസ് എ സൈക്കിൾ ഫോംഡ് ഇറ്റ് ഇസ് നോട്ട് നോ മോർ എ ട്രീ, ഇറ്റ് ഇസ് എ ഗ്രാഫ്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ പോലെ മിനിമം ഡിസ്റ്റൻസ്, എത്ര 2 സിറ്റീസ് തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ്, ഡിഫറെൻറ്റ് പാത്ത്സ് ഉണ്ടാവും ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലേക്ക്. അപ്പോൾ അതിൽ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് പാത്ത് ഏതാ എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസിലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗ്രാഫ് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ്. ഫൈൻഡിങ് ദ ഷോർട്ടസ്റ്റ് പാത്ത് നെറ്റ്വർക്കിംഗ് ഗ്രാഫിൽ, അതേപോലെ കുറേ ആപ്ലിക്കേഷൻ ഏരിയാസിൽ നമ്മൾ ഗ്രാഫ് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ട്രീസ്, ഡെസിഷൻ ട്രീസ്, ഗെയിം ട്രീസ്, ദീസ് ആർ സം ആപ്ലിക്കേഷൻ ഏരിയാസ് വെയർ ട്രീസ് ആർ യൂസ്ഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണത് നമുക്ക് പഠിക്കാനില്ല. ഇതൊക്കെ ട്രീ ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണെന്ന് മാത്രം മനസ്സിലാക്കുക. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ.